1.5 വർഷത്തിലേറെ കാലമായി ക്യാൻസർ രോഗബാധയിൽ വളരെ പ്രയാസമില്ല. അവരുടെ കുടുംബം ഒരു നൂതന കുടുംബമാണ്. എന്നാലും ആദ്യഘട്ടത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തികമായി അവർ സ്വയം കണ്ടെത്തി കുറേ ബാങ്ക് ലോൺസ് എടുത്തിട്ടാണ് ചികിത്സ തുടർന്നു പോകുന്നത്. അതറിഞ്ഞ് നാട്ടുകാർ ഇടപെട്ട് ലക്ഷക്കണക്കിന് രൂപ തിരിച്ചെടുത്ത് സഹായിക്കുകയുണ്ടായി. എങ്കിലും ചികിത്സ പൂർണ്ണമായി ഭേദമായില്ല. വീണ്ടും അത് വ്യാപിച്ചത് കാരണം മജ്ജയെ തന്നെ വ്യാപിച്ച് മജ്ജ മാറ്റിവെക്കേണ്ട ഗതികളിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് യാതൊരു സാമ്പത്തികമായി സഹായം ലഭ്യമാകാത്ത കാര്യം നാട്ടുകാർ സുമനസ്സുകൾ മാത്രമാണ് ഇനി അവർ പ്രതീക്ഷ. ആ നിലയ്ക്ക് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ചേർന്ന് ഒരു കൺവെൻഷൻ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് കിട്ടിയുള്ള അറിയിപ്പ് ഒരു 15-20 ലക്ഷം രൂപ ചികിത്സയ്ക്കായി ചെലവ് വരുമെന്നാണ് അറിയിച്ചത്. അത് നമ്മൾ സാധാരണ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സയില്ല, പുറത്ത് വേണം ഈ ചികിത്സ നടത്താൻ. അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ ചോദിക്കുക എന്നുള്ള ഒരു കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ നാട്ടുകാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഇതിൻ്റെ ചെയർമാനായി നാട്ടിലെ പ്രമുഖനായിട്ടുള്ള എൻ അശോകൻ ചെയർമാനും അതുപോലെ തന്നെ പരി നൗഷാദ് മാത്രം അതിൻ്റെ കൺവീനറും ആയിക്കൊണ്ട് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ടും ഒക്കെ തന്നെ എടുത്തു. ഇതിൻ്റെ തുടർ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും എല്ലാ സുമനസ്സുകളും ഇവരുടെ ജീവിതം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവരുടെ അസുഖം പൂർണ്ണമായി ഭേദമാകുന്നതിന് വേണ്ടി ഈ ചികിത്സയുമായി സാമ്പത്തികമായി നല്ലതുപോലെ സഹായിക്കണം. നാട്ടിൽ നിന്നും നല്ലതുപോലെ പിന്നീട് മുൻകൂട്ടി ചെയ്ത് ഇവിടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ചികിത്സാ സഹായിക്കണം. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്